ഒരു ഉപ്പ തന്റെ കുഞ്ഞു മോനെയും കൂട്ടിയിട്ട് റസൂലുള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഇതെന്റെ ചെറിയ മോനാണ്. ഇവ വല്ലാതെ മധുരം കഴിക്കുന്ന ആളാണ്. ഞാൻ ഒരുപാട് തവണ ഇവനെ ഉപദേശിച്ചിട്ടുണ്ട് മധുരം കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴൊന്നും അവൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നബിയെ, നിങ്ങളൊന്ന് ഇവനെ ഉപദേശിക്കണം. ഇത് കേട്ട റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും. അങ്ങനെ അവര് സങ്കടത്തോടു കൂടി തിരിച്ചുപോയി. പിറ്റേത്തെ ആഴ്ച വന്നു. അപ്പോൾ റസൂലുള്ള ആദ്യം പറഞ്ഞ മറുപടി ആവർത്തിച്ചു. അങ്ങനെ വീണ്ടും അവര് പോയിട്ട് മൂന്നാമതും തിരിച്ചു വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു. അങ്ങനെ ഇവര് മൂന്നാമതും വന്നപ്പോൾ റസൂലുള്ള ആ പൊന്നു മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മോനെ മധുരം കുറക്കണട്ടോ, ഉപ്പ പറയും പോലെ കേൾക്കണട്ടോ എന്ന് പറഞ്ഞു. റസൂലുള്ളാന്റെ മറുപടിയിൽ സംതൃപ്തരായ ഉപ്പയും മോനും തിരിച്ചു പോയപ്പോ ഇത് കണ്ടു നിന്ന സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, അല്ല നബിയെ, അവരാദ്യം വന്നപ്പോ തന്നെ ഇത് പറഞ്ഞാൽ പോരാനോ? എന്തിനാണ് അവരെ 3 തവണ നടത്തിച്ചത്? അപ്പൊ റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. സ്വഹാബ, ഞാനും മധുരം വല്ലാതെ ഇഷ്ടപ്പെടുന്ന, വല്ലാതെ കഴിക്കുന്ന ആളാണ്. ഈ 3 ആഴ്ചയായിട്ട് ഞാൻ ആ മധുരം കഴിക്കുന്നത് കുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആ കുട്ടിയെ ഉപദേശിച്ചത്. നോക്കൂ ഹബീബിങ്ങളെ, എന്തൊരു മനോഹരമാണ് റസൂലുള്ളാന്റെ ദഅവത്തിന്റെ ശൈലി. മധുരം കഴിക്കല് കറാഹത്ത് പോലുമല്ല. എന്നിട്ട് പോലും ആദ്യ തവണ വന്നപ്പം റസൂലുള്ള അവരെ മടക്കി അയച്ചു. രണ്ടാമത് വന്നപ്പോൾ മടക്കി അയച്ചു. മൂന്നാമത് വന്നപ്പോ റസൂലുള്ള മധുരം കുറച്ചതിന് ശേഷം മാത്രമാണ് ആ കുട്ടിയെ ഉപദേശിച്ചത്.